നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. മറ്റുള്ളവർ നമ്മെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്ത് വിഷമം മറന്നേക്കുക. സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. തിരമാലകളെ എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ്. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്ന് ചോദ്യം ചെയ്യുക എന്നതാണ്. വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ.